ഇനി നമ്മൾ പോകുന്നത് ആലപ്പുഴ മാരാരിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നമുക്കൊരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്, അജിത റെസിഡൻസ്. ആ വീടിൻ്റെ പ്ലാനിങ് വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സൈറ്റാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെ സ്ട്രക്ചർ വർക്ക്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇൻ ദ സെൻസ് പ്ലാസ്റ്ററിങ് വരെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ള ഫിനിഷിംഗ് വർക്ക്സ് ആണ്. അപ്പോൾ ആ സൈറ്റാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ നമ്മളെ സൈറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ വീടുകൾ ഇങ്ങനെ പ്ലോട്ടായിട്ട് തിരിച്ച് അതിനകത്ത് വരുന്നുണ്ട്. അത്തരത്തിലൊരു പ്ലോട്ടിലാണ് നമ്മളെ പ്രോജക്റ്റും വരുന്നത്. ഇതാണ് നമ്മുടെ സൈറ്റ്. ഇവിടെ ഇപ്പോൾ പ്ലാസ്റ്ററിങ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് വർക്ക്സ് പോകണം. പിന്നെ നമ്മുടെ സൈറ്റിൻ്റെ ഒരു കണ്ടീഷൻസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിൽ അറിയാമല്ലോ, സോയിൽ കണ്ടീഷൻസ്. ഇവിടെ ഒരു സാൻഡ് കൈൻഡ് ഓഫ് സോയിലാണ്. പിന്നെ ചുറ്റുപാടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി പ്ലോട്ടുകളായി തിരിച്ച് വിറ്റിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പോൾ ഈ സൈഡിൽ വീടൊന്നുമില്ല, പക്ഷേ ഫ്യൂച്ചറിൽ നെയ്ബറുടെ വീട് വരും. ഇവിടെ റോഡ് പോകുന്നുണ്ട്, ഫ്രണ്ട് സൈഡിലൂടെ ഇത്തരത്തിൽ റോഡ് പോകുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ സൈറ്റിൻ്റെ കണ്ടീഷൻസ് വരുന്നത്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഇവിടെ ഒരു എൽ ഷേപ്ഡ് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മളൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്നത് ഇവിടെ ഈ ഒരു ലിവിങ് റൂമിലേക്കാണ്. ഒരു ഫോർമൽ ലിവിങ് റൂം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ലിവിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈനിങ് റൂം വരുന്നത് ഇവിടെയാണ്. ഡൈനിങ് വരുന്നത് ഇവിടെയാണ്. ഒരു ഓപ്പൺ കിച്ചൺ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൺ കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ വിൻഡോ നമ്മൾ ഇത്തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. പുറത്തേക്ക് ഇറങ്ങാനൊരു ഡോറ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് എല്ലാം തന്നെ ഇത്തരത്തിലാണ് നമ്മളിവിടെ ഒരു സ്റ്റൈല് നമ്മൾ ത്രൂ ഔട്ട് വിൻഡോസിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഗ്രിൽസിൻ്റെ വർക്കിലൊക്കെ ആ ഒരു സ്റ്റൈല് നിങ്ങൾക്ക് കാണാം. പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു കിച്ചൺ വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കിച്ചൺ വിൻഡോസ് ഇത്തരത്തിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കിച്ചൺ ക്യാബിനറ്റ്സ് ഇതിന് മുകളിൽ വരുമ്പോൾ കൈയെത്തുന്ന ഹൈറ്റിൽ കിച്ചൺ ക്യാബിനറ്റ്സ് നമുക്ക് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ കിച്ചൺ വിൻഡോസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ്ങിലേക്ക് വെളിച്ചം കിട്ടാനായിട്ട് വിൻഡോസ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫോൾഡിങ് ഡോർ കം വിൻഡോ, വലിയൊരു ഫോൾഡിങ് ഡോർ കം വിൻഡോ കൊടുത്താൽ കംപ്ലീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും. കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. പാറ്റിയോ വരുന്നുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്ന് ഇവിടെ ഒരു പാറ്റിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് വാഷ് ബേസിനൊക്കെ കൊടുക്കാനുള്ള സ്പേസ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ വാഷ് ബേസിൻ കൊടുക്കണം. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് വരുന്നത് ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂം ഇത്തരത്തിൽ വരുന്നുണ്ട്. ഇതാണ് ബെഡ്റൂം. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് സ്റ്റെയർ ഇത്തരത്തിൽ കയറി പോകാൻ പറ്റും. ലാൻഡിങ്ങിലൊരു വലിയ വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ക്രോസ് വെന്റിലേഷൻ നമ്മളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്രോസ് വെന്റിലേഷൻ ത്രൂ ഔട്ട് വീട്ടിൽ കിട്ടുന്ന രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, വലിയൊരു വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. വലിയ വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ക്രോസ് വെന്റിലേഷൻ കിട്ടുന്ന രീതിയിലാണ് വിൻഡോസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ വലിയ ഒരു സ്പേസ് ഒന്നുമില്ല, കംപ്ലീറ്റ് പാസേജ് ആണ്. ഇവിടെ നമ്മളൊരു താഴേക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കട്ടൗട്ട് കൊടുത്തിട്ടുണ്ട്. സീൻ ബീലോ ആണ്. താഴെ ഫോമൽ ലിവിങ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ ഒരു ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൻ്റെ പൊസിഷനിൽ ഫസ്റ്റ് ഫ്ലോറിലൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഇതാണ് ആ ബെഡ്റൂം. പിന്നെ അതിൻ്റെ ടോയ്ലറ്റ് ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിലായിട്ടൊരു ബാൽക്കണി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എൽ ഷേപ്ഡ് ബാൽക്കണിയാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ സിറ്റ് ഔട്ടിൻ്റെ നേരെ മുകളിൽ വരുന്നതാണ്. ഇവിടെ കാണാം ഇത്തരത്തിലൊരു എൽ ഷേപ്ഡായിട്ട് ഒരു ബാൽക്കണി, വലിയൊരു ബാൽക്കണി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡോർ കം വിൻഡോ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് ഗ്ലാസ്സിൽ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇതൊക്കെ കാണാൻ പറ്റും. നമ്മൾ സ്ഥിരമായി കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ അത് ഡോർ കം വിൻഡോസ്, ഫോൾഡിങ് ഡോർസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഈ പ്രൊജക്റ്റിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്.
ഇതൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ ഒരു വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു വിൻഡോ അവിടെ ഉണ്ട്. ടോയ്ലറ്റ്സ് ഉണ്ട്, ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അത്തരത്തിലൊരു ബെഡ്റൂം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഓപ്പൺ ടെറസ് ഇവിടെ വരുന്നുണ്ട്. ഒരു ഓപ്പൺ ടെറസ് ഏരിയ, ചെറിയൊരു ഓപ്പൺ ടെറസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. റൂഫ് ആക്സസ് ചെയ്യണമെങ്കിൽ സ്റ്റീൽ സ്റ്റെയർ ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ ഇവിടെ നമ്മൾ ഒരു സ്റ്റഡി, ഒരു വർക്ക് സ്പേസ് ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ഒക്കെ ആയിട്ട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്പേസ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പ്ലഗ് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് പ്ലാനിങ് സൈഡിലേക്ക് വീടിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിൽ കംപ്ലീറ്റ് ഇൻറ്റീരിയർ അടക്കം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നൊരു പ്രൊജക്റ്റാണ്, നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റാണ്. ഇൻറ്റീരിയേഴ്സ് എല്ലാം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുണ്ട്. ഇവിടെ കോമ്പൗണ്ട് വാൾസ് ചെയ്യാനുണ്ട്, ഒരു സ്റ്റീൽ കാർ പോർച്ച് വരുന്നുണ്ട്, പിന്നെ കുറച്ച് ഡെക്കറേറ്റീവ് വർക്ക്സ് ഒക്കെ വരുന്നുണ്ട്. എക്സ്റ്റീരിയറിൽ ആ ഒരു സൈഡിലൊക്കെ കുറച്ച് ഡെക്കറേറ്റീവ് വർക്ക്സ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, അതാണ്. അപ്പോൾ ഈ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അടുത്ത സൈറ്റിലേക്ക് പോവാണ്. അടുത്ത് നമുക്കിനി പോകാനുള്ള സൈറ്റ് എന്ന് പറയുന്നത് കലവൂർ, നമ്മുടെ കൃപാസനല്ലേ, അതിൻ്റെ അടുത്തായിട്ടൊരു സൈറ്റ് ഉണ്ട്. 2300 സ്ക്വയർ ഫീറ്റിൽ ഒരു 4 BHK വീടാണ്. ആ വീടിൻ്റെ പ്ലാനിങ് വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എടുത്തു നോക്കാം. ഞാൻ അവിടെ ചെന്നിട്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ, കാരണം സമയമല്ല. എനിക്ക് അടൂർക്ക് എത്തണം. അടൂരിലൊരു സൈറ്റ് കൂടി വിസിറ്റ് ചെയ്തിട്ട് വേണം ഇന്നത്തെ ഒരു ദിവസം എൻഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് പോയി ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് അങ്ങനെ അടൂർക്ക് പോവാം. ഇതാണ് നമ്മുടെ സൈറ്റ്. 2400 സ്ക്വയർ ഫീറ്റിൽ ഒരു 4 BHK വീടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ആയിട്ടുള്ള ഒരു 4 BHK വീട്. സമയപരിമിതി കൊണ്ട് ഞാൻ കംപ്ലീറ്റ് നടന്ന് നിങ്ങളെ കാണിക്കുന്നില്ല. ഓൾറെഡി ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് സൈഡിൽ ഒരു വീട് നിങ്ങൾക്ക് കാണാം, വളരെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് പൊളിക്കാനുള്ള വീടാണ്. ഇത് ഇവരുടെ തറവാട് വീടായിരുന്നു, ആദ്യത്തെ വീടായിരുന്നു. അപ്പോൾ ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് വേണം അത് പൊളിക്കാന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിർത്തിയിട്ടുള്ളത്. ഉടനെ അത് പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ വീട് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വീടിൻ്റെ ഒരു വ്യൂ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ വീടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അത് പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഈ ഒരു സൈറ്റിനെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ ഇൻസ്പെക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്ത സൈറ്റിലേക്ക് പോകും. അടൂരിൽ നമ്മൾ ആ സൈറ്റ് വിസിറ്റ് ചെയ്യാനുള്ളടത്തേക്ക് പോകും. നമ്മളിപ്പോൾ അടൂരിലേക്കുള്ള യാത്രയിലാണ്. അടൂരിൽ നമ്മുടെ ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്, അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് സൈറ്റ് വിസിറ്റ്. ആ പ്രൊജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിട്ടാണ്. ടോട്ടൽ ഏരിയ വരുന്നത് 3800 സ്ക്വയർ ഫീറ്റോളാണ്. അത് കാർ പോർച്ചും വീടും അടക്കമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ പോർച്ച് ഈ ഒരു വീടിന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. കുറച്ച് വലിയ കാർ പോർച്ചാണ്. അവിടെ തന്നെ നമുക്കൊരു സിറ്റ് ഔട്ട് സ്പേസോ കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ച് തന്നെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സ്പേസും കാർ പാർക്കിംഗ് ഒക്കെ ആ ഒരു പാർട്ടിലാണ് വരുന്നത്. പിന്നെ മെയിൻ ബിൽഡിംഗ് പാർട്ട് സെപ്പറേറ്റ്. അപ്പോൾ ഇത് രണ്ട് ബ്ലോക്കായിട്ടാണ് നിൽക്കുന്നത്. മൊത്തം 3800 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. വീടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2800 സ്ക്വയർ ഫീറ്റാണ്. കാർ പോർഷൻ്റെ ഏരിയ അറൗണ്ട് 945 സ്ക്വയർ ഫീറ്റ് എന്തോ വരുന്നുണ്ട്. അത്തരത്തിലാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 3 BHK വീടാണ്. അവിടെ ഇപ്പോൾ ഫൗണ്ടേഷൻ വർക്ക്സ് കഴിഞ്ഞിട്ടുണ്ട്. ഫൗണ്ടേഷൻ ആൻഡ് ബേസ്മെൻറ്റ് വർക്ക് കഴിഞ്ഞ് പ്ലിന്ത് ബീംസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ഇൻസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് പോവാണ്. ഇന്ന് അവിടെ വർക്കേഴ്സ് ഇല്ല, ഇന്ന് സൺഡേ ആണ്. എന്നാൽ നമ്മുടെ ഒരു സമയം നോക്കിയിട്ട് ഇന്ന് പോവാമെന്ന് വിചാരിച്ചു. ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ വെച്ചിട്ട് ഞാൻ പറയാം. അങ്ങനെ നമ്മൾ നമ്മുടെ സൈറ്റിലെത്തിയിരിക്കുകയാണ്. അടൂരിലുള്ള നമ്മുടെ പ്രോജക്റ്റാണിത്. 2800 സ്ക്വയർ ഫീറ്റിലാണ് വീട് വരുന്നത്. കാർ പോർച്ച് അറൗണ്ട് 950 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. കാർ പോർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർ പാർക്കിംഗ് പ്ലസ് ഒരു ഔട്ട്ഡോർ സിറ്റിംഗ് ഏരിയ ഒക്കെ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ മൊത്തം 3 ബെഡ്റൂംസാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂം. നമ്മുടെ ലാൻഡ് നോക്കുകയാണെങ്കിൽ ലാറ്ററൈറ്റ് സോയിലാണ്. റോഡ് ലെവലിൽ നിന്ന് കുറച്ചധികം ഹൈറ്റിലാണ് ലാൻഡ് ഉള്ളത്. ഏകദേശം ആ കാണുന്ന പുറകുവശത്തേക്ക് ഈ കട്ട് ചെയ്തതിൻ്റെ അപ്പുറത്തേക്കും നമ്മുടെ ഓണറിൻ്റെ പ്ലോട്ട് തന്നെയാണത് കംപ്ലീറ്റ്ലി. പക്ഷെ നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് ഇത്രയും ഒരു സ്ഥലത്താണ് നമ്മൾ വീട് വെക്കാൻ തീരുമാനമെടുത്തത്. അത്തരത്തിലാണ് പ്രൊജക്റ്റ് ഉള്ളത്. പിന്നെ അവിടെ ഒരു കിണർ വരുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. പിന്നെ റോഡ് പോകുന്നത്
ഇതോ നമ്മുടെ ഫ്രണ്ട് സൈഡിലൂടെ റോഡ് പോകുന്നുണ്ട്. റോഡ് ലെവൽ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ലെവലിനെ അപേക്ഷിച്ചിട്ട് വളരെ താഴെയാണ്. അതായത് നമ്മുടെ പ്ലോട്ട് ഉയർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാവും കൺസ്ട്രക്ഷൻ കഴിയുമ്പോൾ. അത്യാവശ്യം വലിയ വീടാണ്. 3 ബെഡ്റൂംസ് ഒരു വീട് കൺസിഡർ ചെയ്യുമ്പോൾ വലിയ വീടാണ്. നല്ലൊരു പ്രൊജക്റ്റായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഫൗണ്ടേഷൻ്റെ ഓവറോൾ ലേഔട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് വീടിൻ്റെ എൻട്രി വരുന്നത്. അവിടെയാണ് സിറ്റ് ഔട്ട് കൊടുക്കുന്നത്. ഇത് ഫോമൽ ലിവിംഗ് ആണ്. ഇവിടെ ഡൈനിങ് വരുന്നുണ്ട്, കിച്ചൺ വരുന്നുണ്ട്, 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. അത്തരത്തിലാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ലേഔട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നോക്കാനാണെങ്കിൽ ഇവിടെ ഒരു കിണർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആണ് പ്ലാനിങ് സൈഡിൽ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് ചെയ്യാം. നമ്മുടെ കുറച്ചുകൂടി ഒരു കൺസ്ട്രക്ഷൻ ഒരു അപ്ഡേറ്റ് ഒക്കെ ആയിട്ടൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.